ഹലോ ഗായ്സ്, അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു മഞ്ഞ പ്രദേശമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോ ആയ ഹേജോങ് തീരെ വയ്യാതെ കിടക്കുകയാണ്. എൻ്റെ മരണമെത്തി. എല്ലാ രാത്രികളിലും മരണം എങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും അനുഭവപ്പെടുന്നില്ല. എങ്കിലും ഉള്ളിൽ ഇനിയും ജീവിക്കണമെന്നുണ്ട് എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഒരുപാട് ദൂരം നിന്ന് നമ്മുടെ ഹേജോൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനായ ജോഹേമിയാണ്. ഹീറോയിനെ കണ്ടപ്പോൾ ഹേജോ വീണ്ടും പറയുകയാണ്, അതെ, എനിക്ക് ജീവിക്കണം, കുറച്ചു കാലം കൂടി ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഹീറോ ആഗ്രഹിക്കുകയാണ്. അവിടെ ഈ ഡ്രാമയുടെ ടൈറ്റിൽ കാണിച്ചുകൊണ്ട് ഡ്രാമ തുടങ്ങുകയാണ്. ഫസ്റ്റ് സീനിൽ തന്നെ നമ്മുടെ ഹീറോ ആയ ഹേജോങ്ങിനെയാണ് കാണിക്കുന്നത്. ഹീറോനെ പറ്റി പറയുകയാണെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പണത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലുന്നതൊഴിച്ച് മറ്റെന്തും നമ്മുടെ ഹീറോ ചെയ്യും. അതായത് കൊട്ടേഷൻ വർക്കൊക്കെയാണ് നമ്മുടെ ഹീറോയുടെ മെയിൻ പണി. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻറ്റിനെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേരാണ് യോഗിഹോ. നമുക്കിവനെ ഹീറോയുടെ അസിസ്റ്റൻ്റ് എന്ന് തന്നെ പറയാം. പുള്ളിക്കാരൻ ഏതോ ഒരു ഡീല് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ താമസിക്കുന്നിടത്തേക്ക് വരികയാണ്. ഈ സീൻ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. മരണം എത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, കൂടെയുള്ള ആളെ കൂടി കൊണ്ടുവേണം പോകാൻ എന്നിങ്ങനെ നമ്മുടെ ഹീറോ അവൻ വളർത്തുന്ന മീനുകളെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോൻ്റെ റൂമിലെ ഡോറിൽ ആരോ വന്ന് കൊട്ടുന്നത്. അതേ സമയത്താണ് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻറ്റും മുകളിലേക്ക് വരുന്നത്. അവിടെ നമ്മുടെ പുതിയൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണ്. ഇവരുടെ പേരാണ് ബോങ്സോങ്. ഇവർ കൊടുത്തേക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ ഹീറോ ആയ ഹേജോങ് ഇപ്പോൾ താമസിക്കുന്നത്. ബോങ്സോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ പുറമേ കുറച്ച് റൂഡ് ആൻഡ് കോൾഡാണ്, പക്ഷേ ഉള്ളിൽ എല്ലാവരോടും സ്നേഹമാണ്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു അമ്മയെ പോലെയാണ് ഈ പറയുന്ന ക്യാരക്ടർ. അങ്ങനെ ഈ പറയുന്ന ബോങ്സോങ്, അതായത് ഹീറോയുടെ ചേച്ചിയെന്ന് നമുക്ക് പറയാം, ഹീറോയുടെ ചേച്ചി ഹീറോയുടെ അസിസ്റ്റൻറ്റെ കൊണ്ട് ആ കഥവ് തുറന്ന് അവൻ്റെ റൂമിലേക്ക് കയറിയാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ ഹീറോനെ അവിടെ എങ്ങും കാണുന്നില്ല. വീണ്ടും തന്നെ പറ്റിച്ച് അവൻ മുങ്ങിയ ദേശത്തിന് നമ്മുടെ ഹീറോയുടെ ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും. ബോങ്സോങ് പോയ ശേഷമാണ് നമ്മുടെ ഹീറോ അവിടുത്തെ സോഫക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം അവരെ പേടിച്ച് ഇത്രയും നേരം ആ സോഫയ്ക്കുള്ളായിരുന്നു നമ്മുടെ ഹീറോ. ഹേജോ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ഹേജോയുടെ ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് നീയും ആ പോയ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് തിരക്കുകയാണ്. അപ്പം നമ്മുടെ ഹേജോ പറയാണ്, അതേ, ഒരു ബന്ധമുണ്ട്. അവരെനിക്കൊരു അമ്മയാണ്, സഹോദരിയാണ്, എനിക്കൊരു സുഹൃത്താണ്. അതിനുശേഷം നമ്മുടെ അസിസ്റ്റൻ്റ് അവർക്ക് വന്നിട്ടുള്ള ഓരോ കൊട്ടേഷൻസ് ഇങ്ങനെ വായിക്കുകയാണ്. നമ്മുടെ ഹേജോ അത് വേണോ വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. നോക്കിയാൽ മനസ്സിലാവും ഹീറോയ്ക്ക് ഒരുപാട് ഫോൺസ് ഉണ്ട്. അതിലെല്ലാത്തിലും ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് എൻജോയ് ചെയ്ത് നൂഡിൽസ് കഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആരോ നമ്മുടെ ഹീറോനെ അടിച്ചു വീഴുകയാണ്. ഇത് കണ്ട് നമ്മുടെ അസിസ്റ്റൻറ്റും വല്ലാതെ പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്ത്രീയെ അവരെ ബോഡി ഗാർഡിനെയും കാണിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ വന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് തവണ കോൾ ചെയ്തിട്ട് നീ എടുക്കാൻ എന്താ, എനിക്ക് നിന്നെ കൊണ്ടൊരു ജോലിയുണ്ട്, നീ ഒരാളെ തട്ടിക്കൊണ്ട് പോകണം, മറ്റാരുമല്ല എന്നെ തന്നെയാണ്, എൻ്റെ വിവാഹ ദിവസത്തിൻ്റെ അന്ന് നീ വന്ന് എന്നെ തട്ടിക്കൊണ്ട് പോകണമെന്ന് നമ്മുടെ ആ ലേഡി ഇവനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആ ലേഡിയുടെ കണ്ണിലേക്ക് തുറിച്ച് നോക്കുകയാണ്. ഇത് കണ്ടവർ ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഞാനുമായി ഐ കോണ്ടാക്റ്റ് ആണോ എന്ന്. അത് കണ്ട് നമ്മുടെ ഹീറോ അവരെ സൺഗ്ലാസ് മാറ്റിയിട്ട് അവരെ കണ്ണി നോക്കിയിട്ട് സൺഗ്ലാസ് തിരിച്ചെടുത്ത് വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് തീരെ താല്പര്യമില്ല അത് നിങ്ങളുമായിട്ടെന്ന്. ഇത് കേട്ട് നമ്മുടെ ലേഡി പിന്നെ വീണ്ടും ആ ഡീലിൻ്റെ കാര്യം എടുത്തിട്ട് ഹേജയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നമ്മുടെ അസിസ്റ്റൻറ്റെ കാണിക്കാൻ അവനാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പേടിച്ച് പാൻറ്റ് മുള്ളിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് ഹേജോനെ കാണിക്കുകയാണ്. നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവരെ സ്വഭാവമൊക്കെ കണ്ടിട്ട് ആ ഡീൽ വേണോ വേണ്ടയോ എന്നിങ്ങനെ ഹീറോയോട് സംസാരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് ആ ഡീൽ വേണമെന്ന് ഉറച്ച് തന്നെ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ എപ്പിസോഡ് 1 പാർട്ട് 1 അവസാനിക്കുകയാണ്.